മൗന പ്രണയം അവസാന ഭാഗം. രചന ദേവൂട്ടി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആയിക്കോളൂട്ടോ. സാറേ പെണ്ണ് കാണാൻ വന്ന ആളും പുറത്തേക്ക് പോയി. നമുക്ക് ആ മതിലിനരികിൽ നിന്ന് സംസാരിക്കാം. അയാൾ അവിടെ കൈകൾ വലിച്ചു കൊണ്ടുപോയി. അവളത് പിൻവലിക്കാൻ ശ്രമം നടത്തി. വീടിന്റെ ജനാൽക്കൽ നിന്ന് സിദ്ധാർത്ഥ ഇത് കാണുന്നുണ്ട്. സാറ് എന്നാണല്ലോ പേര്? നൈസ് ടു മീറ്റ് യു. ഞാൻ ജോസ്. സാറാ ജോസ്. ചേരുമല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും സാറയുടെ കണ്ണുകൾ ജനലഴികളിലേക്ക് നീണ്ടു. സിദ്ധാർത്ഥിനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അവൾ ജോസിനെ നോക്കാതെ സിദ്ധാർത്ഥിനെ നോക്കിയിരുന്നു. എന്താ ചെയ്ത്? സിദ്ധാർത്ഥ ആംഗി കാണിച്ച് ചോദിച്ചു. അപ്പം പറഞ്ഞിട്ട് പെണ്ണാണോ വന്ന? അവൾ ജോസ് ശ്രദ്ധിക്കാത്ത വിധത്തിൽ അവൻ ആംഗി കാണിച്ചു കൊടുത്തു. അതെ, തനിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഏയ് അല്ല, കൈകൾ കൊണ്ട് ഈ കോപ്രായം കാണിക്കുന്നതുകൊണ്ട് ചോദിച്ചാ. കോപ്രായം നിന്റെ? ഇത് കോപ്രായലിടൂ. ദിസ് ഇസ് അവർ ലവ് ലാംഗ്വേജ്, യു ഇഡിയറ്റ്. അവൾ മനസ്സിൽ ജോസിനെ പ്രാഗി. കൊച്ചേ. അവൻ കൈകൾ കൊണ്ട് സാറയെ വിളിച്ചു. എന്താ? അവൾ തിരിച്ചു ചോദിച്ചു. ഇയാൾ എനിക്ക് പിടിക്കുന്നില്ല കേട്ടോ. നിന്നോടൊരുമാതിരി കൊഞ്ചിക്കൊഴഞ്ഞ സംസാരിക്കുന്നേ. അവൻ മുഖം ചുളിച്ച് ഇണങ്ങിക്കൊണ്ട് ആംഗി കാണിച്ചു. അവൾ അതിന് ചിരിച്ചു. അതേസമയം ജോസ് അവളോട് തന്നെ ഇഷ്ടമായെന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോഴാണ് സിദ്ധാർത്ഥ ആംഗി കാണിക്കുന്നത് കണ്ട് സാറ് ചിരിക്കുന്നത്. അത് ജോസ് സമ്മതമായി എടുക്കുകയും ചെയ്തു. അപ്പൊ മൗനം സമ്മതമായിട്ട് എടുക്കുക ഞാൻ. സാർ അതൊന്നും അറിഞ്ഞതുകൂടെ ഇല്ലായിരുന്നു. അവൾ സിദ്ധാർത്ഥിനെ സമാധാനിപ്പിക്കുന്ന തിരക്കിലാണ്. ശേഷം ജോസ് അവളുടെ കൈപ്പിടിച്ച് ഉള്ളിലേക്ക് കയറി. സംസാരിച്ചോ? എങ്കിൽ ഞങ്ങൾ ഇറങ്ങണ്ടേ വരിക. എല്ലാം വിളിച്ചു പറഞ്ഞേക്കാം. ആയിക്കോട്ടെ. അവര് പോയതും കുര്യൻ കാറെടുത്ത് എങ്ങോട്ടോ പോയി. സൂസനും കൂടെ പോയിരുന്നു. സാറ് പിന്നെ ഒറ്റ ചാട്ടമായിരുന്നു അപ്പുറത്തേക്ക്. സ്റ്റീഫൻ അത് നോക്കി അന്താളിച്ച് നിന്നു. ഈ കൊച്ചിത്, അവൻ തലയിൽ കൈവച്ച് പറഞ്ഞു. അവൾ വേഗം സാരി മടക്കി കുത്തി അവൻ മതിലങ്ങ് ചാടി. അവളും നിവർന്നുകൊണ്ട് ആ വീട്ടിലേക്ക് കയറിപ്പോയി. അവിടെ സിദ്ധാർത്ഥ കണ്ണടച്ച് ചുമലിൽ ചാരി ഇരിക്കുകയാണ്. സിദ്ധേട്ടാ. അവൾ ഓടി നിലത്തിരുന്ന് അവനെ വലിഞ്ഞു മുറുക്കി. അവനവളെ കെട്ടിപ്പിടിച്ചു. സിദ്ധേട്ടാ, പിണക്കാണ് എന്നോട്? അവനല്ലായൻ തലയാട്ടി. ചോറി, ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ. അപ്പം കൊണ്ട് വന്നല്ലേ, എനിക്ക് എതിർക്കാൻ പറ്റുമോ? അവൾ അവന്റെ ചെവിയിൽ ചേർന്നിരുന്നു പറഞ്ഞു. അപ്പൊ നമ്മുടെ കാര്യം? അവനവളോട് കൈകൊണ്ട് ചോദിച്ചു. ഇച്ഛാ നമ്മളെ നാട് കടത്തി തരുന്നു പറഞ്ഞു. ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്ന പെണ്ണെ. നാട് കിടന്നാലും നമ്മളെ വെറുതെ വിടുവോ? നാട് വിട്ടാലും നമ്മളെ അവർ വെറുതെ വിടുവോ? അവന്റെ കൈകൾ ചലിപ്പിക്കുമ്പോൾ വിറക്കുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഈ സാർക്കൊരു അവകാശമേ ഉള്ളൂ. അങ്ങനെ വേറെ ആളുടെ മിന്ന് എന്റെ കഴുത്തിൽ വീഴില്ല. അങ്ങനെ വീഴുകയാണെങ്കിൽ അതിന്റെ ശവത്തിലായിരിക്കും. അവനവളെ ചേർത്ത് പിടിച്ചു. പിറ്റേ ദിവസം കോളേജിൽ പോയി. ഇന്നലെ കാണാതിരുന്നുകൊണ്ട് റസിയോരോന്ന് ചോദിച്ചു. അപ്പൊ അഥവാ ഈ കല്യാണം നടക്കില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. അപ്പോഴേക്കും ഷീബ അങ്ങോട്ടേക്ക് ഓടി വന്നു. നമ്മുടെ ആ പാവം സിദ്ധാർത്ഥന്റെ ആ സെക്കൻഡ് ഇയേഴ്സിലെ പിള്ളേർ പഞ്ഞിക്കിടുവാ. കേട്ട പാതി കേൾക്കാത്ത പാതി അവൾ ഇറങ്ങി ഓടി. ആട് വരാന്തിൽ ഒന്നും രണ്ടും പറഞ്ഞ് അവൻ അടിക്കാൻ തുടങ്ങി. നിനക്ക് സാറേ വേണം അല്ലടാ? ഒരുത്തൻ അവൻ അടിച്ചു. എന്റെ ചേട്ടൻ കെട്ടാൻ പോണ പെണ്ണാണ് അവള്. ഇനി നിന്റെ നിഴലെങ്ങാൻ അവിടെ മേലെ വീണ പിന്നെയും തല്ലി. നിർത്ത്. സ്റ്റീഫനായിരുന്നു അത്. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ഔട്ട് എവരിവൺ. അവൻ അവർക്ക് നേരെ ചേറി. അപ്പോഴേക്കും സാറയോട് എത്തിയിരുന്നു. സീതേട്ടാ. മുറിവേറ്റ അവനെ താങ്ങി പിടിച്ച് സാറെ കരഞ്ഞു. അവനൊന്നുമില്ല നിറത്തിൽ കണ്ണിച്ചിമി കാണിച്ചു. സാറേ, ഇത് ഞാനാ, ജോസിന്റെ അനിയൻ. അങ്ങനെ എന്റെ അച്ഛനായിട്ട് വിവാഹിപ്പിച്ചിട്ട് ഇവന്റെ കൂടെ അഴിഞ്ഞാടക്കാൻ സാറിന്റെ മക്കളെ ഞങ്ങൾ അനുവദിക്കില്ല. എന്താണെങ്കിലും ഇപ്പൊ ഇവിടുന്ന് പോണം. സ്റ്റീഫൻ അലറി. ആ ഒരു സാറേയും സിദ്ധാർത്ഥിനെയും പകയോട് നോക്കിയോടൊന്ന് പോയി. സിദ്ധേട്ടാ, നീ നല്ല മുറിഞ്ഞിട്ടുണ്ട്. നീ നോക്കി ചോര വരുന്നു. ഒന്നുമില്ലടി വച്ച്. ഓക്കെ. അവനോട് സമാധാനിപ്പിച്ചുകൊണ്ട് കണ്ണിച്ചിമ്മി കാണിച്ചു. വാ, മരുന്ന് നോക്കാം. സ്റ്റീഫൻ അവനെ താങ്ങി ലൈബ്രറിയിലേക്ക് പോയി. നീ ഇവന് മരുന്ന് വെച്ച് കൊടുക്കും, എനിക്ക് ക്ലാസ് ഉണ്ട്. സാറ് വേഗം പുറത്തേക്ക് പോയി ഫസ്റ്റ് എയ്ഡ് എടുത്തു. തിരികെ ലൈബ്രറിയിൽ കയറുമ്പോൾ അവളെ നോക്കി എന്തോ പറയാൻ ശ്രമിക്കുകയാണ് സിദ്ധാർത്ഥ്. കൊച്ചെ കയറല്, പോച്ച്. എന്താ ഏട്ടാ? അവൾ ചിരിച്ചുകൊണ്ട് ലൈബ്രറിയിലേക്ക് പ്രവേശിക്കാനായി. കൊച്ചെ വേണ്ട, പോ. അവൻ ധൃതിയിൽ കൈകൾ ചലിപ്പിച്ചു. അവൾ ഉള്ളിലേക്ക് കയറി അവന്റെ അടുത്തായി പോയി. അപ്പോഴാണ് പിന്നിൽ നിന്നും ഡോർ ലോക്കാവുന്ന ശബ്ദങ്ങൾ കേട്ടത്. വിഷ്ണുവും ജോസിന്റെ അനിയനും ഗ്യാങ്ങുമായിരുന്നു അത്. അവരോട് അടുത്തേക്ക് എത്തി കയ്യിൽ പിടിച്ചു. വിട്രാ. നിനക്ക് അവനെ മാത്രമേ പിടിക്കുള്ളൂ, ചേട്ടന്മാരും കൂടാ മോളെ. വിട്രാ. അവരവരുടെ വായ മൂടിക്കെട്ടി അവളുടെ കയ്യിൽ കടിച്ചു. അവരവരുടെ വായിൽ തുണി തിരികെ കയറ്റി പിടിച്ചു. സിദ്ധാർത്ഥിനെ അവരവരുടെ മുമ്പിൽ വെച്ച് തള്ളി. അവന് പ്രതികരിക്കാൻ ശേഷിയില്ലായിരുന്നു. അവരവളെ തൊടാൻ പോയി. അന്നാദ്യമായി ശബ്ദമില്ലാത്തതിന്റെ പേരിൽ സിദ്ധാർത്ഥ് സ്വയം പഴിച്ചു. എന്നും നെഞ്ചിൽ കിടന്ന് കളി തമാശ പറഞ്ഞിരിക്കുന്ന തന്റെ പെണ്ണിനെ ഒന്ന് സംരക്ഷിക്കാൻ പോലും ആവാത്ത അവസ്ഥയിലൂടെയാണ് അവനിപ്പോൾ കടന്നു പോകുന്നത്. ഒന്ന് അലറി വിളിക്കാൻ പോലും അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. സാറ വായിൽ തുണി എങ്ങനെയോ തുപ്പി. അനങ്ങാതിരുന്നോണം.
അവള് വേറെ മതത്തിലെ ചെക്കനെ കെട്ടാൻ നടക്കുന്നു. നാണക്കേട്. എന്റെ ഏട്ടനെ കെട്ടി ജീവിക്കുകയാണെങ്കിൽ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഡോറ് ചവിട്ടി തുറന്ന് സ്റ്റീഫൻ വന്നു. അവന് സെക്കൻഡ് ഇയേഴ്സിലായിരുന്നു പീരീഡ്. ക്ലാസ്സിൽ ഈ ഗ്യാങ്ങിനെ കാണാതിന് സംശയം തോന്നി അവർ തപ്പി ഇറങ്ങിയതാണ്. സ്റ്റീഫനെ കണ്ടതും അവർ വേഗം അവിടുന്ന് ഓടി. കൊച്ചേ, സിധു. അവൻ അവിടെ അരികിലേക്ക് പോയി. സാറ് സ്റ്റീഫനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവര് ഒന്നുമില്ല മോളെ. അവൾക്കറിയുന്നുണ്ട്. സിദ്ധാർത്ഥ അവളെ നോക്കി. അവളെ തൊട്ട് ആശ്വസിപ്പിക്കാൻ നോക്കി. അവന്റെ സ്പർശനമേറ്റതും അവൾ അവനെ പുണർന്നു ഏങ്ങി കരഞ്ഞു. അവൻ പുറത്തു തലോടി അവളെ ആശ്വസിപ്പിച്ചു. ഇതിങ്ങനോട്ട് ശരിയാവില്ല. എന്താ ചെയ്യാ ഞാൻ? അവര് ഇനിയും ചെയ്യാം ഇതുപോലെ? ഇല്ലാണി, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കരയാതെ വെച്ചേ. സിദ്ധാർത്ഥ അവളെ പിടിച്ചുകൊണ്ട് കൈകൾ കൊണ്ട് പറഞ്ഞ് സിദ്ധാർത്ഥ അവളെ നെറ്റിൽ തന്നെ നെറ്റി ചേർത്ത് വെച്ചു. ആംഗ്യഭാഷ പോലും തോറ്റുപോകുന്ന ഇടമായിരുന്നത്. തന്റെ പ്രണയിനിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു കാമുകന്റെ മൗനമായ വിലാപം ആ ലൈബ്രറിയിലെ പുസ്തക ഷെൽഫുകൾക്കിടയിൽ തങ്ങി നിന്നു. സ്റ്റീഫൻ അവരെ നോക്കി നിൽക്കുകയായിരുന്നു. തന്റെ സഹോദരിയുടെ കണ്ണീരും ആ പാവം ചെക്കന്റെ നെഞ്ചിലെ കനലും അവൻ കണ്ടു. ജാതിയും മതവും വൈകല്യങ്ങളും മനുഷ്യരെ എത്രത്തോളം ക്രൂരനാക്കുന്നു എന്ന് അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. പിന്നീട് അങ്ങോട്ട് സ്റ്റീഫൻ എപ്പോഴും അവർക്കൊരു കാവലായി നിന്നു. അങ്ങനെ പോകെ ഒരു ദിവസം റസിയ ക്ലാസ്സിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് സ്റ്റീഫൻ വന്ന് അവളെ തടഞ്ഞു. സർ. റസിയ, ഐ ആം കമ്മിങ് സ്ട്രൈറ്റ് ടു ദി പോയിന്റ്. സാറ് പറഞ്ഞാണല്ലോ, തനിക്ക് ഓക്കെ അല്ലേ? അവൻ പരിഭ്രമം മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. അത് അവൻ കണ്ണി ചിമ്മി ചിരിച്ചുകൊണ്ട് നടന്നകന്നു. നാളത്താഴ്ച വെക്കുന്ന റസിയ അവിടെ നിർത്തിക്കൊണ്ട്, ഈശാ, നമ്മൾ കോളേജിലേക്കല്ലേ പോകുന്നത്? ഇന്ന് രാവിലെ പോകുന്ന പോലെ കോളേജിൽ പോവുകയാണ് സാറിയും സ്റ്റീഫനും. പോകുന്ന വഴി അവർ നടക്കുന്ന സിദ്ധാർത്ഥിനെയും കാറിലേക്ക് കയറ്റി. ആരും കാണുന്നില്ലെന്ന് പ്രത്യേകം ഉറപ്പുവരുത്താൻ അവർ ശ്രദ്ധിച്ചിരുന്നു. സിദ്ധേട്ടാ, ഏട്ടനും. അവരുടെ കാറ് നേരെ ചെന്ന് അവിടുത്തെ കോവിലാണ്. അമ്പലോ? എന്തിനാ ചായ? അമ്പലം. ഞാൻ നിന്നെ പിടിച്ച് കെട്ടിക്കുക. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വാടി. അവരുള്ളിലേക്ക് കയറി. സോപാനത്തിന് മുന്നിൽ ആ മഞ്ഞ വെളിച്ചത്തിൽ പൂജാരി താലിമാല പൂജിച്ച് സിദ്ധാർത്ഥിന്റെ കൈകളിൽ നൽകി. സ്റ്റീഫൻ അവിടെ പിന്നിൽ നിന്നു. തന്റെ അനിയത്തിയുടെ ജീവിതം സുരക്ഷിതമായ കൈകളിലാണെന്ന ബോധം അവന്റെ കണ്ണുകളിൽ നനവ് പടർത്തി. സിദ്ധാർത്ഥ് ആ സ്വർണ്ണത്താലി സാറയുടെ കഴുത്തിൽ ചാർത്തി. മന്ത്രങ്ങൾ ഉരുവിടാൻ അവന് ശബ്ദമില്ലായിരുന്നു. പക്ഷെ അവന്റെ ഉള്ളിലെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ആ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. തന്റെ പക്കലുണ്ടായിരുന്ന ചെറിയ സിന്ദൂര ചെപ്പ് തുറന്ന് ചുവന്ന സിന്ദൂരം വിരലിലെടുത്ത് അവൻ അവളുടെ സീമന്തരേഖയിൽ ചാർത്തി. താലി ചാർത്തി സിന്ദൂരം അണിയിച്ചു കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ അവളുടെ കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി. അവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ടും പ്രണയം കൊണ്ടും തിളങ്ങുന്നുണ്ടായിരുന്നു. അവൻ പതുക്കെ കൈകൾ ചലിപ്പിച്ച് അവൾക്ക് ആ ഉറപ്പ് നൽകി. കൊച്ചേ, അവൻ അവളെ തൊട്ടു വിളിച്ചു. സാറ വിതുമ്പലോട് അവനെ നോക്കി. എന്താ ഏട്ടാ? നിനക്കിതിൽ എതിർപ്പൊന്നുമില്ലല്ലോ അല്ലേ? നിന്റെ ഈ ചായ ധൈര്യത്തിലാ ഞാൻ ഈ കൈ പിടിക്കുന്നത്. അവൻ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു. സാർ അവന്റെ കൈകൾ മുറുക്കി പിടിച്ചു. ഇല്ലേട്ടാ, എനിക്കിതിലും വലിയ സന്തോഷം ഇനി ജീവിതത്തിൽ വരാനില്ല. അവൻ അവളുടെ നെറ്റിയിൽ തന്നെ നെറ്റിയേർത്ത് വെച്ച് പതുക്കെ ചിരിച്ചു. എന്നിട്ട് വീണ്ടും കൈകൾ കൊണ്ട് ആ വാഗ്ദാനം ആവർത്തിച്ചു. എന്റെ സാർഗുസിനെ ഞാൻ പൊന്നുപോലെ നോക്കും കേട്ടോ, പ്രോമിസ്. എന്റെ അവസാന ശ്വാസം വരെ നീ നെഞ്ചിലുണ്ടാവും. ആ വാക്കുകൾ ആംഗ്യഭാഷയിലായിരുന്നുവെങ്കിലും സാറയുടെ ഹൃദയത്തിൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതം പോലെ മുഴങ്ങി. അവളുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ പൊഴിഞ്ഞു. ആ അമ്പലമുറ്റത്തെ കാറ്റിൽ അവരുടെ പ്രണയം പവിത്രമായി മാറി. പിന്നിൽ നിന്നിരുന്ന സ്റ്റീഫന്റെ മുഖത്ത് ഒരാശ്വാസച്ചിരി വിരിഞ്ഞു. അവൻ സിദ്ധാർത്ഥിന്റെ തോളിൽ തട്ടി. മതിള, സമയം പോയി. ഇനി നമുക്കിവിടെ നിൽക്കുന്നത് സുരക്ഷിതല്ല, ഇറങ്ങാം. അവർ മൂരാ കാറിൽ നിന്നും പടിയിറങ്ങുമ്പോൾ സാറ സിദ്ധാർത്ഥിന്റെ തോളോട് ചേർന്ന് നടന്നു. അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൊച്ചെ, ആ സിന്ദൂരം മായ്ച്ചു കളഞ്ഞേക്ക്. താലിബിനെ ഒളിപ്പിച്ചു വെക്കാലോ, സ്റ്റീഫൻ പറഞ്ഞു. പറ്റില്ല, സിന്ദൂരം മായ്ക്കാൻ സമ്മതിക്കില്ല. അതെന്തോ വലിയ കാര്യ, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സിദ്ധാർത്ഥ അവളെ വിളിച്ചു. അത് സാരില്ലടാ, ഇങ്ങ് വന്നേ. സിദ്ധാർത്ഥ അവളെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു. ശേഷം അവളെ തലകുനിച്ച് മൂർധാവിലായി മുടിയകത്തി അവിടെ തൊട്ടുകൊടുത്തു. പ്രശ്നം തീർന്നില്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ആംഗ്യം കാണിച്ചു. അവളും ചിരിച്ചു മറുപടി കൊടുത്തു. കോളേജിലെത്തിയതും റസിയക്ക് ചെവിക്ക് സൗകര്യം കൊടുക്കാതെ അവൾ വള്ളിപുള്ളി തെറ്റാതെ എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. പോയാ, നീ എന്നെ ക്ഷണിക്കാതെ കെട്ടിയല്ലേ തുഷ്ടി ചോരി രസീമ, അടിയന് പൊറുക്ക്. തൽക്കാലത്തേക്ക് ക്ഷമിച്ചു. അതാണ് എന്റെ റസീമ ഉമ്മ. അവൾക്ക് ഉമ്മ കൊടുത്തു. തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ സ്റ്റീഫൻ സാറയോട് പറഞ്ഞു. സാറാ, ജോണച്ചായൻ എത്തിയിട്ടുണ്ട് പട്ടാളത്തിൽ നിന്ന്. പിന്നെ ജെയിംസ് അച്ചായനും വന്നിട്ടുണ്ട്. ലീവിന് വന്നാ. എന്റെ കൊച്ചൊന്നും ശ്രദ്ധിക്കണം. അവർക്ക് എന്താ ഒരുമിച്ച്? നിന്റെ കല്യാണം കൂടാൻ. ഈ ചായ എനിക്ക് പേടിയാവുന്നു. അച്ചായന്മാര് വല്ലതും പറയൂ? അറിയില്ല സാറാ, അച്ചായന്മാര് കുറച്ച് സ്ട്രിക്റ്റ് ആണല്ലോ. എന്താവുന്ന ആർക്കറിയാം. സ്റ്റീഫന്റെ കാർ ആ വീട്ടിലേക്ക് കയറി. അതിൽ നിന്ന് സാറയും സ്റ്റീഫനും ഇറങ്ങി. സാറ താലി മറച്ചു വെച്ചു. മതിലിനപ്പുറം നിൽക്കുന്ന സിദ്ധാർത്ഥ് ആളെ നോക്കി ചിരിക്കുന്നുണ്ട്. ആൾ തിരിച്ചും ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി.
അവിടെ രണ്ട് ആങ്ങളമാരിയ്ക്കുന്നുണ്ട്. ആ വന്നോ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ജോൺ വന്ന് അവിടെ കരണം പോച്ചെന്ന് കൊടുത്തു. അച്ഛാ, സ്റ്റീഫനായിരുന്നത്. മിണ്ടരുത് നീ. ജോൺ സാറയുടെ കഴുത്തിൽ പിടിച്ചു. എന്നിട്ട് അവിടെ താരി പുറത്തെടുത്തു. പറയാ എപ്പോഴാടി? അച്ഛാ, അത് നാണല്ലേടി. താഴ്ന്ന യാതിയില് അതൊരു ഇന്ദുച്ചക്കന്, പോരാത്തിന് ഊമയും. അച്ഛാ ഞാൻ. ജോൺ വീണ്ടും അവിടെ മുഖത്തടിച്ചു. ആൾ സ്റ്റീഫനെ വിളിച്ച് കരഞ്ഞു. അടിയുടെ ശക്തിയിൽ ആ പാവം പെണ്ണ് താഴെ വീണിരുന്നു. എങ്കിലും താലിയിൽ മുറുക്കെ പിടിച്ചു. ആളുടെ മുഖത്ത് ജോണിന്റെ 5 വിരലുകൾ പതിഞ്ഞ പാട് തെളിഞ്ഞ് കണ്ടുകൊണ്ടേയിരുന്നു. അച്ഛായ വീണ്ടരുത്. നീ ആയിരിക്കും അവൾക്ക് വളം വെച്ചു കൊടുത്ത്. ഈച്ചായ ഇതിലെന്താ ഇത്ര തെറ്റില്ലേ സ്റ്റീഫ? കുര്യനായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചായ, ഇന്ത്യയുടെ അതിർത്തിയിലും മഞ്ഞെന്നോ മഴയെന്നോ രാവെന്നോ പകലെന്നോ ഇല്ലാതെ രാജ്യം കാക്കുന്ന ആളല്ലേ ജോണച്ചായൻ? അപ്പൊ രക്ഷിക്കുന്ന ജനങ്ങളുടെ ജാതിയും അതൊക്കെ നോക്കിയാണോ രക്ഷിക്കാറ്? എടാ അത് വേറെ ഇത് വേറെ. ഇതെന്റെ കുടുംബക്കാരിയാ. അച്ചായ മിണ്ടരുത്. ഒരു ഹിന്ദു ചെക്കൻ എങ്ങനെ തോന്നി? നാശിച്ചവളെ, കുടുംബത്തിനും മാനം കളയാൻ. കുര്യനാളെ ചവിട്ടി. ആൾ കരഞ്ഞു. ആ തന്തയില്ലാത്തവന്റെ പേരിന് ഉച്ചരിച്ചു പോരുത്. പറയും അതിന്റെ ഭർത്താവാണ്. ആൾ വാശിയോടെ പറഞ്ഞു. എടീ, ജോൺ ആളെ വീണ്ടും തല്ലി. അവനെ ജീവനോടെ വെക്കണമെങ്കിൽ നിർത്തിക്കോ നീ, അല്ലെങ്കിൽ അറിയാലോ എന്നെ. അവൾ ഞെട്ടി. തന്റെ ജീവനെ ഇല്ലാതാക്കുമെന്നല്ലേ ആ പറഞ്ഞത്. അവൾ ഓർത്തു. വേണ്ട പ്ലീസ്, ഏട്ടനൊന്നും ചെയ്യരുത്. പാവ, സംസാരിക്കാൻ പോലും പറ്റില്ല ഏട്ടന്, പ്ലീസ്. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളുടെ ഏട്ടൻ. ജോൺ വീണ്ടും അവളെ തല്ലി. അച്ചായ വേണ്ട, നിർത്ത്. നീയും മിണ്ടരുത്. ആ ജോസിന്റെ വീട്ടുകാർ ഇവിടെ കല്യാണം കഴിഞ്ഞത് ജോസിന്റെ അനിയൻ കണ്ടു എന്ന് പറഞ്ഞു വിളിച്ചപ്പോ എന്നെ തൊലി ഉരിഞ്ഞു പോയി. അച്ചായ വേണ്ട. ജോൺ അവന്റെ ബെൽറ്റ് ഊരി. ശേഷം സാറെ പുതിരെ തല്ലാൻ തുടങ്ങി. കുര്യനെ എതിർത്തില്ല. സൂസന് നോക്കിക്കാനേ പറ്റിയുള്ളൂ. ജെയിംസിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സ്റ്റീഫൻ കരയുകയായിരുന്നു. അമ്മേ, അടിക്കല്ലേ പ്ലീസ്, വേദനിക്കുന്നു, ഒന്ന് നിർത്ത്, വേണ്ട. അവിടെ അലർച്ച ചെറിയ രീതിയിൽ അപ്പുറത്തെ മുറ്റത്തുള്ള സിദ്ധാർത്ഥിന് കേൾക്കാമായിരുന്നു. സ്റ്റീഫൻ അത് കേൾക്കാൻ കഴിയാതെ പുറത്തേക്ക് ഇറങ്ങി. സ്റ്റീഫനെ കണ്ടോ സിദ്ധാർത്ഥ അവനെ നോക്കി. എടാ എന്റെ കുഞ്ഞിപ്പെങ്ങൾ അവര് തല്ലുവാടാ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ കാര്യമൊക്കെ അവരറിഞ്ഞു. ആ വാക്കിൽ ഇടിമിന്നൽ പോലെയാണ് അവന്റെ കാതുകളിൽ തറച്ചത്. അവിടേക്ക് വരാൻ തുടങ്ങിയ സിദ്ധാർത്ഥിനെ സ്റ്റീഫൻ തടഞ്ഞു. വേണ്ടടാ, പോണ്ട, കണ്ടെടുക്കാൻ കഴിയില്ല, എനിക്ക് പോലും പറ്റുന്നില്ല. മാത്രമല്ല നിന്നെ അവർ വല്ലതും ചെയ്യും. ആളുടെ നിലവിളി ഉയർന്നു. അയ്യോ എന്റെ പെണ്ണ് മാറിച്ചായ, എനിക്ക് കാണണം. അവൻ ആദ്യത്തിൽ കരഞ്ഞോണ്ട് പറഞ്ഞു. വേണ്ട, നീ ഉള്ളിലേക്ക് കയറിപ്പോ. നിന്നെ കണ്ട അവര് വെച്ചേക്കില്ല, കൊല്ലാൻ പോലും മടിക്കാത്തവരാ. പണ്ട് ജെയിംസ് ചാൻ ഒരു ഹിന്ദു പെണ്ണിനെ സ്നേഹിച്ചിന്റെ പേരിൽ ആ പെണ്ണിനെ കൊന്നറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ട, നീ ഇപ്പൊ വീട്ടിലേക്ക് വെക്കോ. ഹിച്ചായ പോടാ പ്ലീസ്. സിദ്ധാർത്ഥ് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. പൊട്ടിക്കരയാൻ പോലും പറ്റാത്തവനെ അവൻ തന്നെ ശപിച്ചുകൊണ്ടിരുന്നു. ഇവിടെ സാറെ ഒരുപാട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ജോൺ മതി മോനെ, കൊച്ചിനെ തെറ്റുപറ്റിയതാ, വിട്ടേക്ക്, ഇനി അവൾ ആവർത്തിക്കില്ല. സൂസൻ പറഞ്ഞു. ഇല്ല, ഇത് തെറ്റല്ല, എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല, അവൾ പറഞ്ഞു. കണ്ടില്ല അവിടെ അഹങ്കാരം, പേഴച്ചവള്. ജോൺ അവളെ വലിച്ചടിച്ചു കൊണ്ടുപോയി അവളുടെ മുറിയിൽ പൂട്ടിയിട്ടു. അവൾ തളർന്നവിടെ ഇരുന്നു. ജോൺ നേരെ പോയത് സിദ്ധാർത്ഥിന്റെ അരിയിലേക്കാണ്. അതുകൊണ്ട് സ്റ്റീഫൻ തടയാൻ നോക്കി. അച്ചായ വേണ്ട പ്ലീസ്. ജോൺ അവനെ തട്ടിമാറ്റിക്കൊണ്ട് സിദ്ധാർത്ഥിന്റെ വീടിന്റെ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്തേക്ക് കയറി. ജോൺ അവന്റെ നെഞ്ചിൽ ചവിട്ടി. എന്നാൽ വേദന കൊണ്ട് അലറാൻ അവന് ശബ്ദമില്ലല്ലോ. അവൻ കണ്ണുകൾ കൊണ്ട് വേണ്ട എന്ന് പറയുന്നുണ്ട്. ജോൺ അവന്റെ കോളിൽ കുത്തിപ്പിടിച്ചു. ഇനി മേലാൻ എന്റെ പെങ്ങളെ നീൾവെട്ടത്ത് നിന്നെ കണ്ടാ കൊന്നുകളയും ഞാൻ. അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ജോൺ പോയി. സിദ്ധാർത്ഥ തളർന്നവിടെ ഇരുന്നു. ജോണിന്റെ അടിയും മറ്റും തനിക്ക് ഇത്രമേൽ വേദന വന്നിട്ടുണ്ടെങ്കിൽ തന്റെ പെണ്ണ് എത്രത്തോളം സഹിച്ചു കാണുമെന്ന ചിന്തയിലായിരുന്നു. ഏതേലും നല്ല അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകണം. അവിടെ സാത്താൻ കൂടിയത് അവനാ വഴി, അല്ലെങ്കിൽ ഇങ്ങനത്തെ നെറികേട് ചെയ്യില്ലാലോ, കുര്യൻ പറഞ്ഞു. അതെ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അന്ന ദിവസം അവൾക്കൊരു തുള്ളി വെള്ളം പോലും അവർ കൊടുത്തില്ല. സ്റ്റീഫനൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥിന് അവിടെ ഇരിക്കപ്പൊറുതിയില്ലായിരുന്നു. ജോണിന്റെ അടിയിൽ ദേഹത്തുനിന്ന് ചോര പൊടിയുന്നുണ്ട്. ആവതില്ലെങ്കിൽ അവൻ എഴുന്നേറ്റു. പയ്യെ ആരും കാണാതെ അവൻ അവളുടെ ജനാലയിലേക്ക് എത്തി. അവിടെ പതിയെ കൊട്ടി. അവൾ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി. സീതേട്ടാ, അവൻ അവളോട് മിണ്ടല്ലേ എന്ന് ആംഗ്യം കാണിച്ചു. എന്റെ കൊച്ചിനെ നല്ലോണം ഉപദ്രവിച്ചോ? അവൾ കുറച്ചുകൂടെ ജനലരിയിലേക്ക് വന്നു നിന്നു. അപ്പോഴാണ് അവൻ അവളെ ശരിക്കും കാണുന്നത്. മുഖമൊക്കെ ജോണിന്റെ കൈപ്പാടുകൾ ചുവന്നു കിടക്കുന്നുണ്ട്. കടന്നൽ കുത്തിയതുപോലെ അവളുടെ മുഖം വീർത്തു വന്നിട്ടുണ്ട്. അടിയുടെ ശക്തി കാരണം അവളുടെ കണ്ണിന് ചുറ്റും കല്ലിച്ചിട്ടുണ്ട്. അങ്ങിങ്ങായി കയ്യിൽ മുഴുവൻ മുറിവുകളാണ്. കൊച്ചേ, അവൻ കരഞ്ഞുകൊണ്ട് ആംഗ്യം കാണിച്ചു. ഏയ് ഒന്നുമില്ലേട്ടാ,
ഏട്ടനെ അവർ തല്ലിയോ? അതൊന്നും സാരടാ, എനിക്ക് ശീല. പക്ഷെ കൊച്ചിനെ അവൻ ആംഗ്യത്തിലൂടെ തന്റെ സങ്കടം പറഞ്ഞു. അവൻ ജനലഴികളിൽ അമർന്ന് അവിടെ കൈകളിൽ പിടിച്ച് അവന്റെ ജനലിലൂടെ കൈയിട്ടുകൊണ്ട് അവളുടെ മുഖത്തേക്ക് പിടിച്ചു. സാരല്ല, നിങ്ങളുടെ കൂടെ ജീവിക്കണമെങ്കിൽ കണ്ടെടുക്കാൻ മാത്രം ശേഷിയുള്ള എന്നെ നീ എന്തിനാണ് ഇത്ര സ്നേഹിച്ച്? ഇതിലും നല്ലൊരു ജീവിതം നിനക്ക് കിട്ടുമായിരുന്നില്ലേ? വേണ്ടായിരുന്നില്ല അല്ലേ സാറാ? എനിക്ക് വേണ്ടി നീ ഇങ്ങനെ അടിക്കൊള്ളേണ്ടിയിരുന്നില്ല. അവന്റെ ആംഗ്യങ്ങൾ ഓരോന്നും ഒരു ഈർച്ചവാൾ പോലെ അവളുടെ ഹൃദയത്തെ മുറിച്ചു. സാറ ജനലഴികളിൽ നെറ്റിയേർത്ത് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, പ്ലീസ് നിർത്ത്, ഇങ്ങനെ പറയല്ലേ ഏട്ടാ. ഏട്ടനെ സ്നേഹിച്ച് തെറ്റല്ല, നമുക്ക് ജീവിക്കണം ഏട്ടാ, നമ്മൾ ജീവിക്കും. ഈ മുറിവുകളല്ല, ഏട്ടൻ്റെ ഈ പറച്ചിൽ എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. പ്ലീസ് ഇങ്ങനെയൊന്നും പറഞ്ഞെന്നെ തള്ളിക്കളയരുത്. സിദ്ധാർത്ഥ് തന്റെ കൈകൾ പിൻവലിച്ച് തലയിൽ കൈവച്ച് ആ ഇരുട്ടിലേക്ക് നോക്കി. അവന്റെ മുഖത്ത് ആത്മനിന്ദ നിറഞ്ഞു. ഒരുമാതിരിപ്പെട്ട അവസ്ഥ. പുറത്തുള്ളവർ തല്ലുമ്പോൾ എനിക്ക് ഇത്ര സങ്കടം തോന്നിയിട്ടില്ല. പക്ഷെ എന്നെ നിഴലായി നിൽക്കുന്നതിനെ അവർ തല്ലി ചതക്കുമ്പോൾ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച സാറില്ലെന്ന് പറയാൻ പോലും എനിക്ക് ശബ്ദമില്ലല്ലോ. നീ എന്തിനാടാ ഈ ഊമയെ കെട്ടിപ്പിടിച്ച് നിന്റെ ജീവിതം നശിപ്പിക്കുന്നത്? എനിക്ക് നിനക്ക് എന്ത് തരാൻ പറ്റും? അവൻ കരഞ്ഞുകൊണ്ട് കൈകൾ ചലിപ്പിച്ച് പറഞ്ഞു. സാറ ജനലഴികൾക്കിടയിലൂടെ ആവുന്നത്ര ആഞ്ഞു പുറത്തേക്കൊന്ന് അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. എനിക്കൊന്നും വേണ്ട ഏട്ടാ, ഏട്ടൻ്റെ ഈ സ്നേഹം മാത്രം മതി. ലോകം മുഴുവൻ നമ്മളെ തല്ലിയാലും ഏട്ടൻ്റെ ഈ കൈ എൻ്റെ കൂടെ ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പില്ലേ? അത് മതി എനിക്ക്. ഇനി ഏട്ടനിങ്ങനെ പറഞ്ഞ ഞാൻ ഈ ജനലിൽ തലയടിച്ച് മരിക്കും. അവിടെ ആ വാക്കുകൾ കേട്ടതും സിദ്ധാർത്ഥൻ ഞെട്ടി. അവൻ പെട്ടെന്ന് അവിടെ വായ പൊത്തി. അവന്റെ കണ്ണുകളിൽ ഭയവും അതിലേറെ പ്രണയവും നിറഞ്ഞു. അവൻ ആംഗ്യം കാട്ടി. ഇല്ല, ഇനി ഞാൻ പറയില്ല. എൻ്റെ കൊച്ചി കരയണ്ട, ഏട്ടൻ കൂടെയുണ്ട്. ആരാത്? പെട്ടെന്ന് വീണ്ടും ലൈറ്റുകൾ ഓണായി. ജോൺ അങ്ങോട്ടേക്ക് വന്നു നോക്കിയതും ജനൽ പിടിച്ച് കരയുന്ന സിദ്ധാർത്ഥിനെയും സാറയാണ് കാണുന്നത്. അവൻ ഞെട്ടി. അവളും എത്ര ധൈര്യം ഉണ്ടടാ നിനക്ക് ഇവിടേക്ക് വരാൻ? അവൻ ഓടിച്ചെന്ന് അവനെ പൊതിരെ തല്ലി. തല്ലി ചായ പ്ലീസ്, വേണ്ട, നീ മിണ്ടരുത്. അയാൾ സിദ്ധാർത്ഥിനെ വലിച്ചഴിച്ച് കൊണ്ടുപോയി അവന്റെ വീട്ടിലിട്ട് നന്നായിട്ട് തല്ലി ചതച്ചു. അവള് നല്ല വീട്ടിലെ കൊച്ചാ, നിനക്കൊന്നും സ്വപ്നം കാണാൻ പോലുള്ള യോഗ്യതയില്ല. നിന്നൊക്കെ എന്തിനു കൊള്ളാടാ? ഒരു ഗതിയും പരഗതിയില്ലാത്തവൻ. നാളുണ്ടോ നിനക്ക് അവളുടെ പിന്നാലെ നടക്കാൻ? സ്വത്ത് മോഹിച്ചായിരിക്കുമല്ലേ? അല്ല, എന്റെ ജീവനാ. അവളെ ഇങ്ങോട്ട് വന്ന് ഞാൻ അകന്നു മാറിയതാ. പക്ഷെ വിട്ടില്ല, എന്നെ ചേർത്ത് പിടിച്ചു. ഞാൻ താലിയാർത്തി എന്റെ പെണ്ണാവള്. സ്വത്തൊന്നും വേണമെന്നില്ല, ഈ ചെറിയ വീട്ടിൽ ഞങ്ങൾ കഴിഞ്ഞോളാം. ആങ്ങി കാണിച്ച് പറയുന്നവനെ ജോൺ പുച്ഛത്തോടെ നോക്കി. ജോൺ അവൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞതിന്റെ അർത്ഥമൊന്നും അവന് മനസ്സിലായില്ല. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, കൊല്ലാൻ മടിയില്ല എനിക്ക്. അവളെയും വേണം ഞാൻ കൊല്ലും, വേണ്ടെങ്കിൽ. അയാൾ അവന്റെ ചെവിക്കരികിലേക്ക് നീങ്ങി. അവള് ജീവിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ അകന്നു പോകുന്ന നിനക്ക് നല്ലത്. അവൻ ഞെട്ടി. അല്ലെങ്കിൽ കഴുത്തറുത്ത് നിന്റെ മുമ്പിൽ വെച്ച് അവളെ ഞാൻ എന്റെ കൈ കൊണ്ട് കൊല്ലും. അഭിമാനം ഞങ്ങൾക്ക് വലുത്. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു സഹോദരനെ എങ്ങനെ പറയാൻ തോന്നി? അവനെ പോലെ ഒരു സഹോദരനല്ലേ സ്റ്റീഫനും? എന്നിട്ടെന്തേ രണ്ടാളും രണ്ട് തിരക്കാരായത് അവൻ ചിന്തിച്ചു. അവളെ രക്ഷിക്കണം, അതുകൊണ്ടെല്ലാം മറക്കാം അവൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ അങ്ങനെ അഭിനയിച്ചു. രാത്രി സമാധാനമില്ലാതെ അവൾ റൂമിലിരുന്നു. നേരം വെളുത്തു. കുര്യനും ജോണും അച്ഛൻ അന്വേഷിച്ചു പോയി. കിട്ടിയ സമയം സ്റ്റീഫൻ അവളുടെ അടുത്തേക്ക് വന്നു. കൊച്ചേ, ഈ ചായ കൊച്ചെ വേദനിക്കുന്നുണ്ടോടാ? ഈ ചായ സോറിടാ, എനിക്ക് പറ്റുന്നില്ലല്ലോ നിന്നെ ഒന്ന് രക്ഷിക്കാൻ. ഈ ചായ സിദ്ധേട്ടൻ അറിയില്ല സാറാ, അവന് തല്ലിയിട്ടുണ്ട് നന്നായിട്ട്. അവളവനെ തട്ടി മാറ്റി. എന്നിട്ട് ഓടി. അവൾ സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് പോയി. അവളവനെ തട്ടി വിളിച്ചു. നിലത്തെ ചോര വാർന്ന് മുറിവേറ്റ് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു അവൻ. സിദ്ധേട്ടാ, എഴുന്നേൽക്കേട്ടാ. സിദ്ധാർത്ഥ് പതിയെ കണ്ണുകൾ തുറന്നു. അവൾ ചിരിച്ചു. ഏട്ടാ, നമുക്ക് എവിടെയെങ്കിലും വാ ഏട്ടാ. സാറാ, സോറി, നമ്മൾ തമ്മിൽ ശരിയില്ല, നീ പൊക്കോ. അവൻ അവസരമായി ആംഗ്യം കാണിച്ചു.
ഏട്ടാ എന്താ ഇത് വേണ്ട കേട്ടോ. പൊക്കോന്ന് പറഞ്ഞില്ലേ, ഞാൻ വെറുതെ തമാശക്ക് പ്രണയം നടിച്ചാണ്. നിന്റെ സ്വത്ത് മോഹിച്ചിട്ട് ഞാൻ നിന്റെ പുറകെ നടന്നു. എനിക്ക് നിന്നോട് സ്നേഹമൊന്നുമില്ല, നിനക്ക് മനസ്സിലായോ? പോയി തരുമോ നീ? അവൻ ആംഗ്യം കാണിച്ചുകൊണ്ടിരുന്നു. സാറയുടെ ഉള്ളിൽ ആ വാക്കുകൾ ഒരു മൂർച്ചയുള്ള കത്തി പോലെ ആഴ്ന്നിറങ്ങി. പക്ഷേ അവൾക്ക് അവനെ അറിയാമായിരുന്നു. ആ കള്ളം പറയുന്ന കൈകളിലെ വിറയിലും ആ കണ്ണുകളിൽ നിറയുന്ന സങ്കടവും അവൾക്ക് വായിച്ചെടുക്കാമായിരുന്നു. എന്റെ ജീവനാണെന്ന് ഞാൻ നോക്കില്ല. ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞാൽ കൊന്നുകളി ഏട്ടനെ. എന്റെ അച്ചായ വന്ന് എന്തോ ഭീഷണിപ്പെടുത്തിയെന്ന് വെച്ച് ഏട്ടൻ ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറയുക. ഈ സാറ് ഏട്ടനെ ഇത്രയും മനസ്സിലാക്കിയുള്ളൂ. സിദ്ധാർത്ഥിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു തുടങ്ങി. അവന്റെ ഉള്ളിൽ പ്രിയപ്പെട്ടവളോടുള്ള പ്രണയം കടലായി ഇരമ്പുകയായിരുന്നു. പക്ഷെ അവൻ പുറത്ത് കല്ലായി നടിച്ചു. അല്ല സത്യ, എനിക്ക് നിന്റെ വെറുപ്പാ. നിന്നെ കാണുന്ന പോലെ എനിക്ക് പേടിയാ. എന്റെ ജീവിതം നശിപ്പിക്കാന്ന് പോകുന്നുണ്ട് ഇവിടുന്ന്. അവൻ ഭ്രാന്തനെ പോലെ കൈകൾ ചലിപ്പിച്ചു. ഏട്ടാ. സാർ അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. സിദ്ധാർത്ഥ് പെട്ടെന്ന് അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി നിസ്സായതോടെ കൈകൾ ആഞ്ഞു ചലിപ്പിച്ചു. അവന്റെ ആംഗ്യങ്ങൾ ഒരു വിലാപം പോലെ തോന്നി. പോ പെണ്ണെ, ഒന്ന് പോകൊച്ചേ. അവര് നിന്നെ കൊല്ലും. നിന്റെ ജീവനേക്കാൾ വലുതല്ല എനിക്ക് എന്റെ പ്രണയം. നിനക്ക് വേണ്ടി ഒന്ന് ഒച്ചയിടാൻ പോലും കഴിയാത്ത ഈ ഊമയെ കെട്ടിപ്പിടിച്ച് നീ എന്തിനാണ് ഇതിന്റെ പ്രാണം കളയുന്നത്? നീ പോയാലും എനിക്ക് സമാധാനമായിട്ട് മരിക്കാനെങ്കിലും കഴിയും. അവൻ കരഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പി. അന്ന് ആദ്യമായി ശബ്ദമില്ലാത്ത മനുഷ്യന്റെ കണ്ണുനീർ ഉറക്കെ നിലവിളിച്ചു. അവസ്ഥയാടാ കൊച്ചെ, നിനക്ക് വേണ്ടി മരിക്കാൻ എനിക്ക് പേടിയില്ല. പക്ഷേ ഞാൻ കാരണം നീ മരിക്കുന്നതാണ് എനിക്ക് വയ്യ. എന്റെ ഓർമ്മകളെ കൊന്നളഞ്ഞിട്ടാണെങ്കിലും നീ ജീവിക്കണം. നിന്റെ ചിരി എനിക്ക് ദൂരെന്തെങ്കിലും കാണണം. ദയവിത് നീ പൊക്കോ. അവന്റെ കൈകൾ ചലിപ്പിച്ച് നിർത്തി. നിലത്ത് വീണെടുക്കുന്ന ഒരു കരിയിലെ പോലെ സിദ്ധാർത്ഥി വിറച്ചു. സാർ അവന്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി. അവളുടെ താലിയിലെ ആ സ്വർണ്ണത്തിളക്കം അവന്റെ കണ്ണീരിൽ നനഞ്ഞു. ഇല്ല, എനിക്ക് പറ്റില്ല. ഏട്ടനോട് ഇങ്ങനെ പറയരുത് പ്ലീസ്. പെണ്ണെ പ്ലീസ്, ഞാൻ പറയുന്ന കേൾക്ക്. അവർ നിന്നെ കൊല്ലും. ഒരുമിച്ച് മരിക്കാതെ നമുക്ക്. കൊച്ച് പറ്റുന്നില്ല ഏട്ടൻ. ആളവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. അവനവളെ തലോടിക്കൊണ്ടിരുന്നു. അവളുടെ കവിളിൽ ചുംബിച്ചു. പുറകിൽ നിന്നും ജോൺ അലറി. അവളത് കേട്ടെങ്കിലും അവന്റെ നെഞ്ചിൽ നിന്ന് മാറാൻ തയ്യാറായില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നിനക്ക്. അവളവന് ചെവി കൊടുത്തില്ല. അവൾ സിദ്ധാർത്ഥിന്റെ മുഖം ചുംബനം കൊണ്ട് മൂടി. ഇതും കൂടെ ആയപ്പോൾ ജോണിന് ദേഷ്യം ഇരച്ചു കയറി. അവൻ അവളെ പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി കെട്ടിയിട്ടു. ശേഷം മുറി പൂട്ടിയിട്ടു. അന്ന് രാത്രി ജോൺ റൂമിലേക്കൊന്ന് അവളെ കെട്ടുകൾ അഴിച്ചു. അച്ഛൻ്റെ കുട്ടി നല്ല കുട്ടിയാവണം. ഉള്ളിലെ സാത്താനെ പുറത്താക്കണം, കേട്ടല്ലോ. അവൻ വേണ്ട, അപമാനമാ. പ്രണയിക്കുന്ന തെറ്റു പറയില്ലായിരുന്നു. ജോസിനെ പോലുള്ളവരെ ആയിരുന്നെങ്കിൽ ഇതിപ്പോ വേറെ മതത്തിനും ജാതിയിലുള്ള പോരാത്തിന് ഊമയും. അയാൾ പറഞ്ഞു. അവൾ എതിർക്കാതെല്ലാം കേട്ടിരുന്നു. നാളെ മുതൽ നീ പുതിയ ഒരാളാവണം, കേട്ടല്ലോ. അവൾ ശരിയെന്ന് തലയാട്ടി. അടിയുടെ ക്ഷീണത്തിൽ ബോധം പോയ സാറ എപ്പോഴും ഉറങ്ങിയിരുന്നു. പിറ്റേന്ന് രാവിലെ അവൾ ഉണർന്നപ്പോൾ കുറെ ആൾക്കാരുടെ ശബ്ദം കേൾക്കാമായിരുന്നു. അവൾ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി. സിദ്ധാർത്ഥിന്റെ വീട്ടിൽ വലിയൊരു ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. കണ്ടുമാത്രം പേടിച്ചവൾ അങ്ങോട്ടേക്ക് ഓടി. അവളുടെ ഉള്ളിൽ എന്തോ ഒന്ന് തകരുന്നതായി തോന്നി. അവൾ വാതിൽ തകർത്ത് പുറത്തേക്ക് ഓടി. ആൾക്കൂട്ടത്തിനിടയിലൂടെ അവൾ കണ്ടത് തന്റെ ജീവനെയായിരുന്നു. വെള്ള പുതപ്പിച്ച് കിടക്കുന്ന അവളുടെ മാത്രം ജീവനെ. പോയത് നന്നായി, ഭൂമിക്ക് ഭാരാമൻ തൂങ്ങിയതാണെന്നാ കേട്ട്. ആ നാട്ടിലെ ഏതോ ഒരാൾ പറഞ്ഞു. ആ വിളിയൊരു നിലവിളിയായിരുന്നില്ല. അവളുടെ ആത്മാവ് പറഞ്ഞു പോകുന്ന ഒരു തേങ്ങലായിരുന്നു. അവൾ അവന്റെ അരികിൽ തളർന്നിരുന്നു. വെള്ളപ്പുതപ്പിന്റെ ഒരു ഭാഗം വിറക്കുന്ന കൈകളാൽ അവൾ നീക്കി. ആ മുഖത്ത് ഇപ്പോഴും ഒരു ചെറിയ പുഞ്ചിരി അവശേഷിക്കുന്നുണ്ടായിരുന്നു. തള്ളിയുടച്ച ആ ശരീരത്തിന് ഇപ്പോൾ വേദനകളില്ല, അപമാനങ്ങളില്ല, ശബ്ദമില്ലാത്തതിന്റെ സങ്കടങ്ങളില്ല. അവൾ അവന്റെ തണുത്തുറഞ്ഞ കൈകളെടുത്ത് എന്നെ നെഞ്ചോട് ചേർന്നു. എഴുന്നേൽക്കേട്ട, നോക്ക്, ഞാൻ വന്നല്ലോ. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് ഏട്ടൻ എന്നെ തനിച്ചാക്കി പോയോ? അവൾ അവന്റെ നെഞ്ചിലേക്ക് തലയായിച്ചു. അവിടെ ആ പഴയ ഹൃദയമിടിപ്പില്ലായിരുന്നു. സ്റ്റീഫൻ ദൂരെ മാറിയെന്ന് വിതുമ്പുകയായിരുന്നു. തന്റെ അനിയത്തിയുടെ ജീവിതം കത്തിയമ്പറിയെന്ന് നോക്കി നിൽക്കാനേ ആ സഹോദരന് കഴിഞ്ഞുള്ളൂ. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കുര്യനപ്പനും ജോണും കെറുവോടെ നോക്കി നിൽക്കുന്നുണ്ട്. തങ്ങളുടെ മാനം കാത്തു സൂക്ഷിച്ചതിന്റെ അഹങ്കാരം അവരുടെ മുഖത്തുണ്ടായിരുന്നു. അവൾ സിദ്ധാർത്ഥിന്റെ ആ തണുത്ത കൈകൾ മുറുകെ പിടിച്ചു. അവളുടെ കഴുത്തിലെ താലി ആ വെള്ളത്തുണിയിൽ തട്ടി തിളങ്ങി. അവൻ തന്റെ ഹൃദയത്തിൽ എഴുതി വെച്ച ആ പ്രണയം ഇനി അവളുടെ ഓർമ്മകളിൽ മാത്രം ഒരു നിശബ്ദ സംഗീതമായി ശേഷിക്കും. എന്തിനാ പോയി? എന്നെ തനിച്ചാക്കിയില്ല, പറ. എന്നെ തനിച്ചാക്കിയില്ല. എന്റെ ജീവനല്ലായിരുന്നു. എന്തിനാ? ഒന്ന് പറ. ഒന്ന് കൈകൾ ഉയർത്തി എന്തെങ്കിലും കാട്ടു സിദ്ധേട്ട. ആരിക്കെ വന്ന് അവളെ പിടിച്ചു മാറ്റി. സ്റ്റീഫൻ അവളെ പുണർന്നു. കരയുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും തേങ്ങി. കൊന്നതാ, എനിക്കറിയാം. എന്റെ ഏട്ടൻ അങ്ങനെ സ്വയം ജീവനെടുക്കില്ല. കൊന്നതാ. അവിടെ ആ മുറ്റത്ത് അവനെ അടക്കം ചെയ്തു. ആദ്യമായി അവർ കണ്ടുമുട്ടിയ അവൾക്ക് അവനെ ഏറെ ഇഷ്ടപ്പെട്ട ആ ചെടികളുടെ ഇടയിൽ കത്തിക്കാൻ അവൾ സമ്മതിച്ചിരുന്നില്ല.
ആ പുലർക്കാലം സാക്ഷിയായി. ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായിരുന്നവൾ തന്റെ പ്രാണനെ യാത്രയാക്കി. മരണം അവനെ കൊണ്ടുപോയെങ്കിലും അവളുടെ ആത്മാവിൽ അവൻ സംസാരിക്കുന്നുണ്ട് ആ പഴയ ആംഗ്യഭാഷയിൽ. അവൾക്ക് നെഞ്ച് പൊട്ടുന്ന പോലെ തോന്നി. അവന്റെ ജീവനന്റെ ശരീരത്തിന് എത്ര മുത്തിയിട്ടും അവൾക്ക് മതിയാവുന്നില്ലായിരുന്നു. ഇച്ചായ ഒന്നുകൂടെ പ്ലീസ്, ഒന്ന് പുറത്തേക്ക് ഇച്ചായ, കുറച്ചുകൂടെ നേരം അരിയിരുത്തോട്ടെ, ഞാൻ കുറച്ചുകൂടെ ഒമ്പത് കൊണ്ട് മൂടിക്കോട്ടെ പ്ലീസ്, കാണക്കൊതിയായിട്ട് ഇച്ചായ, ഒന്ന് പുറത്തേക്ക് എടുക്കുക. അവൾ സങ്കടം സഹിക്കാൻ കഴിയാതെ അവന്റെ വീട്ടിലേക്ക് ഓടിക്കയറി. അടുക്കളയിൽ പോയി അവനുണ്ടാക്കിയ ചോറെടുത്ത് പാത്രത്തിലായി പുറത്തേക്ക് വന്നു. കൊച്ചേ, ഈ ചായ മാറിക്ക്. അവൾ പ്ലേറ്റ് നിലത്ത് വെച്ചു. എന്നിട്ട് അവനെ കുഴിച്ചിട്ട് അതിൻ്റെ അടുത്ത് പോയി. ഏട്ടാ, ഞാൻ ഫുഡ് കഴിച്ചില്ല, വാ അന്ന് വാരി തന്നെ, അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല കേട്ടോ, വേഗം വരാൻ. കൊച്ചേ, ഞാൻ മറന്നു പോയില്ലേ, അപ്പൊ ഇനി വരൂല സാറാ മോളെ. അവൾ പിന്നെ ആ വീട്ടിലേക്ക് കയറിപ്പോയി. അവന്റെ ആ കൊച്ചുമുറിയിൽ പോയി അവിടെ അവന്റെ ഷർട്ട് എടുത്ത് ശ്വസിച്ചു. അവന്റെ ഗന്ധം മറന്നു പോവാതിരിക്കാൻ എന്ന പോലെ അവൾ അവിടെ അവന്റെ ഓരോ സാധനങ്ങൾ എടുത്തു നോക്കി. അവിടെ ഒരു ചെറിയ ടേബിളിൽ ഒരു ഡയറി പോലെ തോന്നിക്കുന്ന ബുക്കും അടുത്തൊരു പൊതിയും. അവൾ ആ ഡയറി മറിച്ചു നോക്കി. അതിൽ മുഴുവൻ അവളെ പറ്റി വിവരിച്ചതാണ്. എന്റെ സാറ കൊച്ച്. അവളുടെ ആ ചെമ്പൻ മിഴികൾ സൂര്യപ്രകാശം തട്ടുമ്പോൾ അത് സ്വർണ്ണം ഉരുക്കി ഒഴിച്ച പോലെയാണ്. വാശിയോടെ വാലെഴുതിയാൽ വിടരുന്ന ആ കണ്ണുകൾക്ക് ഏറെ ഭംഗിയാണെന്ന് അവളോടൊന്ന് പറയണമെന്ന് തോന്നി. പക്ഷെ എങ്ങനെ? ആ കണ്ണുകളൊന്ന് ചിമ്മിയാൽ എൻ്റെ ഈ ലോകം അവിടെ നിശ്ചലമാവും. ആ ചുടിയിൽ വിരിയുന്ന പുഞ്ചിരിയിൽ മയങ്ങാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവൾ എന്നെ നോക്കി ചിരിക്കുമ്പോൾ എൻ്റെ ശബ്ദമില്ലാത്ത തൊണ്ടയിൽ നിന്നും ഒരു നിലവിളി പുറത്തു വരാൻ വെമ്പാറുണ്ട്. ഒരുപക്ഷെ അത് പ്രണയം കൊണ്ടാവാം. ആ ചിരി കാണുമ്പോഴാണ് ഞാൻ ശ്വസിക്കുന്ന പോലെ ഇന്ന് അവൾ അറിയുന്നുണ്ടാവുമോ? സിദ്ധേട്ട എന്ന് വിളിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ വിരിയുന്ന ആ ഒരു തിളക്കമുണ്ടല്ലോ. എൻ്റെ സാറൊക്കെ വെച്ച് എന്നിങ്ങനെ ചിരിക്കണം, എൻ്റെ ജീവനാ. അവൾ കരഞ്ഞുപോയി. ഇന്ന് ഉത്സവമായിരുന്നു. അവൾ പറഞ്ഞ പോലെ കൈ നിറയെ കുപ്പിവളകളും ആ സ്വർണ്ണ മൂക്കുത്തിയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുടിക്കില്ല. എൻ്റെ മാത്രമായിട്ട് ഈ വീട്ടിൽ എൻ്റെ ഒപ്പം എൻ്റെ നെഞ്ചിലെ തലയച്ചെടുക്കാൻ അവൾ വരും. അന്ന് ഞാൻ ഏറെ ഇഷ്ടത്തോടെ അവൾക്ക് ഇത് അണിയിച്ചു കൊടുക്കും. അതുവരെ അവളങ്ങനെ കളിപ്പിക്കാൻ നല്ല രസമാണ്. ആ ചുണ്ട് കുറിപ്പിക്കുന്ന കാണുമ്പോൾ കടിക്കാൻ തോന്നുന്നു എൻ്റെ പെണ്ണിനെ. ഡയറിയുടെ അടുത്ത് പൊതിഞ്ഞു വെച്ചിരുന്ന ആ കൊച്ചുപൊതി സാറ വിറക്കുന്ന കൈകളാൽ തുറന്നു. അതിനുള്ളിൽ പല നിറത്തിലും തരത്തിലുമുള്ള കുപ്പിവളകൾ. ചിതറിപ്പോയ ഒരു പ്രണയത്തിന്റെ ഓർമ്മകൾ പോലെ അവ തമ്മിൽ കൂട്ടിമുട്ടി പതുക്കെ കിലുങ്ങി. അതിനൊപ്പം അവൻ അവൾക്കായി കരുതി വെച്ച ആ മൂക്കുത്തി. വെയിലേറ്റ് തിളങ്ങുന്ന ആ കൊച്ചു സ്വർണ്ണത്തരിയിലേക്ക് നോക്കി അവൾ ഏങ്ങലടിച്ച് കരഞ്ഞു. അവൻ തന്റെ ആയുസ് മുഴുവൻ സമ്പാദിച്ച സ്നേഹം കൊണ്ട് വാങ്ങി വെച്ചിരിക്കുന്നു. കൂടെ വിടർന്ന കണ്ണുകളിൽ എഴുതാൻ അവൻ വാങ്ങിവെച്ച കൺമഷിയും. അവൾ ആ കുപ്പിവളകൾ ഓരോന്നായി തന്റെ കൈകളിലേക്ക് അണിഞ്ഞു. ചോരയും നീരും പറ്റിയ അവളുടെ കൈകളിൽ ആ വളകൾ കിളിങ്ങിയപ്പോൾ അത് സിദ്ധാർത്ഥന്റെ ചിരി പോലെ അവൾക്ക് തോന്നി. ഒരുപാട് നേരം കഴിഞ്ഞു. എല്ലാവരും പിരിഞ്ഞുപോയി. ജോണും കുര്യനൊക്കെ അവൾ എഴുന്നേറ്റ് അവിടെ എത്തി അവന്റെ ബോഡിക്കുമ്പിലിരുന്ന് കരഞ്ഞപ്പോൾ തന്നെ പോയിരുന്നു. ഏറെ നേരമായിട്ടും അവളെ കാണാൻ സ്റ്റീഫനുള്ളിലേക്ക് കയറി നോക്കി. അവിടെ കുപ്പിവളകളും കൺമഷിയും ഒക്കെ എഴുതി ഏതോ സൂചി കൊണ്ട് മൂക്ക് തുളച്ച് അതിൽ മൂക്കുത്തിയിട്ട് തളർന്നവശയായ ഒരു പേനയും കയ്യിൽ പിടിച്ചിരിക്കുകയാണ് പെണ്ണ്. അവനവളുടെ അരികിൽ ചെന്ന് തട്ടി വിളിച്ചു, കൊച്ചേ കൊച്ചേ. അവൻ മൂക്കുത്തി അണിഞ്ഞ് അവളുടെ മൂക്കിൽ വിരലുകൾ പായിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നീയും പോയല്ലേ? അവൻ കരഞ്ഞു കളന്ന് അവളുടെ നെറുകയിൽ ചുംബിച്ചു. അരികിൽ കിടക്കുന്ന സിദ്ധാർത്ഥിന്റെ ഡയറി അവനെടുത്ത് വായിച്ചു. അതിന്റെ അവസാന പേജിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഇച്ചായോ സാറ് കൊച്ച ഒന്നും ഇന്നേവരെ എൻ്റെ ഇച്ചൂസിനോട് ചോദിക്കാൻ ചെയ്തിട്ടില്ല. പക്ഷേ അതെ ഇച്ചായൻ്റെ സാറെ കൊച്ച ആദ്യമായിട്ടൊരു കാര്യം ചെയ്യാം. ഇച്ചായനോട് പറയാതെ ഞാൻ പോവാ സിദ്ധേട്ടൻ്റെ അടുത്ത്. പാവല്ലേ സിദ്ധേട്ടൻ, ഞാനല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പോണം. ഞങ്ങൾക്കും ജീവിക്കണം ഇച്ചായ. ജാതിയും മതവും വൈകല്യങ്ങളും തടസ്സമാവാത്ത ലോകത്ത് സിദ്ധേട്ടൻ്റെ മാത്രം സാറ് പെണ്ണായിട്ട് ഞാൻ പോയാൽ എന്നെ സിദ്ധേട്ടൻ്റെ അടുത്ത് അടക്കം ചെയ്യണേ. പിന്നെ ഞാനില്ലാന്ന് വെച്ച് മൂഡ് ഓഫ് ആവരുത്. പിന്നെ റസിയ, നിങ്ങൾ അവളെ കെട്ടി ജീവിക്കണം. പറഞ്ഞേക്കാം, എൻ്റെ റസിമാൻ ആ ദുഷ്ടമാരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കണം. അല്ലെങ്കിൽ സാറ് പിണങ്ങുകയെ ചാനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല കേട്ടോ. പക്ഷേ എനിക്കെൻ്റെ സിദ്ധേട്ടൻ ജീവനായതുകൊണ്ടാണ്. അങ്ങനെ കാത്തിരിക്കായിരിക്കും. കുപ്പിവളകളും മൂക്കുത്തിയും കൺമഷിയൊക്കെ അണിഞ്ഞ് എന്നെ അങ്ങനെയുടെ നെഞ്ചിൽ തലയാഴ്ച കിടത്ത. അല്ലെങ്കിൽ കെട്ടിയിട്ടും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചില്ലാലോചിച്ചായ. അതെ, അടക്കും എൻ്റെ താലിയും സിന്ദൂരം എനിക്ക് വേണം. ഞങ്ങളവിടെ ഞങ്ങളുടെ ലോകത്ത് ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാൻ പോവാ. പിന്നെ കരയരുത്. എന്നെ സന്തോഷത്തോടെ പറഞ്ഞേക്കണം എൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്ക്. എല്ലാം പറഞ്ഞ പോലെ ചെയ്തോണേ ചൂസ്. കിച്ചാൻ ഒരുപാട് ഇഷ്ടമായിരുന്നേ എന്ന്
ഇച്ചായന്റെ കുഞ്ഞിപ്പങ്ങൾ സിദ്ധാർത്ഥിന്റെ സാറപ്പെട്ട്. അവന്റെ കയ്യിൽ നിന്നും ആ ഡയറി നിലത്തേക്ക് പതിച്ചു. മുമ്പിലിരിക്കുന്ന ജീവനില്ലാത്ത അവന്റെ പെങ്ങൾ, താൻ എടുത്തുകൊണ്ട് നടന്ന തന്റെ പെങ്ങൾ ദേ ഇപ്പോൾ ജീവനില്ലാതെ കിടക്കുന്നു. അവൻ വേഗം ധൃതിയിൽ അവളുടെ വളകളും മൂക്കുത്തിയും അഴിച്ചു മാറ്റി ശേഷം അവളെടുത്തുകൊണ്ട് ഓടി. അമ്മ പോയി, അമ്മ അവള് പോയി. അവളെടുത്ത് സ്വന്തം വീട്ടിലേക്ക് ഓടുകയാണ് സ്റ്റീഫൻ. കുര്യനും ജോൺ ആ വാർത്ത അറിഞ്ഞു. മോളെ സാറാ, കരയരുത്, അവകാശമില്ല നിങ്ങൾക്കതിന്. കുര്യൻ തളർന്നിരുന്നു. ജോണും അവളെ കുളിപ്പിച്ച് വെള്ളം ഉതപ്പിച്ചു. എല്ലാ കർമ്മങ്ങളും ചെയ്തതിനു ശേഷം അവളെ സെമിത്തേരിയിൽ അടക്കി. അന്ന് അർദ്ധരാത്രി പള്ളിമുറ്റം വിജനമായിരുന്നു. വീടുകളുടെ കരച്ചിൽ മാത്രം കേൾക്കുന്ന ആ നിശബ്ദതയിൽ സ്റ്റീഫൻ ആരും കാണാതെ ആ സെമിത്തേരിയിൽ തിരിച്ചെത്തി. കുര്യനപ്പനെയും ജോണിന്റെയും കുടുംബമഹിമ കാക്കാൻ വേണ്ടി കെട്ടി ഉയർത്തപ്പെട്ട ആ കല്ലറ അവൻ പതുക്കെ തുറന്നു. തന്റെ അനിയത്തി അവൻ അവസാനമായി ഒരിക്കൽ കൂടി നെഞ്ചോട് ചേർത്തു. അവളെ പതിയെ സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ശേഷം ആ കൈകളിലേക്ക് കുപ്പിവളകൾ അണിയിച്ചു കൊടുത്തു. മൂക്കിൽ മൂക്കുത്തി ഇട്ടുകൊടുത്തു. കണ്ണുകളിൽ കൺമഷി ഇട്ടുകൊടുത്തു. പണ്ടവൻ അവന്റെ കുഞ്ഞിപ്പങ്ങൾ കൺമഷി ഇട്ടു കൊടുക്കാറുള്ള അതേ വാത്സല്യത്തോടെ. ശേഷം അവൾക്ക് അവസാന ചുംബനം അർപ്പിച്ചു. സിദ്ധാർത്ഥിന്റെ കുഴി തുറന്ന് അരികിലായി കുറച്ചുകൂടെ നീളത്തിലൊരു കുഴി കൂടെ കുഴിച്ചു. അവൻ സിന്ദൂര ചെപ്പെടുത്ത് സിദ്ധാർത്ഥിന്റെ കൈകൾ പിടിച്ച് അതിൽ കുത്തി അവളുടെ നെറുകയിൽ ചാർത്തി കൊടുത്തു. അവളുടെ താലി തിരികെ അവന്റെ കൈകൊണ്ട് തന്നെ അണിയിപ്പിച്ചു കൊടുത്തു. ശേഷം അവൾ പറഞ്ഞ പോലെ അവന്റെ മാറോട് ചേർത്ത് വെച്ചു. ആ സ്വർണ്ണ മൂക്കുത്തിയും കുപ്പിവളകളും ആ നിലാവെളിച്ചത്തിൽ തിളങ്ങി. എന്നേക്കുമായി അവർ അടക്കം ചെയ്തു. സ്റ്റീഫൻ വീതുമ്പിക്കൊണ്ട് മന്ത്രിച്ചു. ഇനിയെങ്കിലും നിങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങിക്കോടാ. ഇവിടെ നിങ്ങളെ തല്ലാൻ ആരുമില്ല. നിങ്ങളെ പിരിക്കാൻ അച്ഛനോ ജോണോ വരില്ല. എൻ്റെ കൊച്ചിന് ഇനി അവളുടെ സിദ്ധേട്ടൻ്റെ നെഞ്ചിൽ തലയായിക്കാം. അവൻ ആ മണ്ണ് മൂടുമ്പോൾ കാറ്റിലൊരു വലിയ ഭാരം ഒഴിഞ്ഞ പോലെ തോന്നി. മണ്ണിൽ അലിഞ്ഞു ചേരുമ്പോഴും അവളുടെ കുപ്പിവളകൾ അവന്റെ നെഞ്ചിലെ മുറിവുകളെ തലോടുന്നുണ്ടായിരുന്നു. മൗനത്തിന്റെ ആ തടവറ ഭേദിച്ച് മറ്റൊരു ലോകത്ത് അവൻ അവൾക്കായി സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അന്ന് കിടന്നിറങ്ങുമ്പോൾ സ്റ്റീഫൻ ഒരു സ്വപ്നം കണ്ടു. പ്രകാശമുള്ള ഒരു താഴ്വരയിൽ സിദ്ധാർത്ഥ അവളെ കാത്തു നിന്നു. അവൾ ഓടിച്ചെന്ന് അവന്റെ കൈകൾ വീണു. ആദ്യമായി ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്യാൻ കഴിയാത്ത കാര്യം അവൻ ചെയ്തു. അവൻ സംസാരിച്ചു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഭൂമിയിൽ നമ്മുടെ പ്രണയം നിശബ്ദമായിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് ഉറക്കെ പറയാം, ഐ ലവ് യു കൊച്ചേ. സാറ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ഐ ലവ് യു ടു സിദ്ധേട്ടാ. വാക്കുകളില്ലാത്ത ലോകത്തുനിന്ന് അവർ വാക്കുകളുള്ള നിത്യതയിലേക്ക് നടന്നു നീങ്ങി. അവിടെ മതമില്ലായിരുന്നു, ജാതിയില്ലായിരുന്നു, വൈകല്യങ്ങളില്ലായിരുന്നു, പ്രണയം മാത്രം. സ്റ്റീഫൻ ഞെട്ടിയുണർന്നു. അവന്റെ മുഖത്ത് ചിരിയുണ്ടായിരുന്നു. പിന്നെ ആ വീട്ടിൽ നിൽക്കാൻ അവന് തോന്നിയില്ല. നേരെ റസിയുടെ വീട്ടിൽ പോയി. അവൾ അവിടെ നിന്ന് കൂട്ടി അവരെവിടേക്കോ നാട് വിട്ടു. അവരുടെ പ്രണയത്തിന് ഒരിക്കലും ശബ്ദത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവർ പ്രണയിച്ചത് വാക്കുകൾ കൊണ്ടായിരുന്നില്ല, മറിച്ച് ആത്മാവുകൾ കൊണ്ടായിരുന്നു. അതൊന്നും പറയാതെ പോയൊരു പ്രണയമായിരുന്നു. അപൂർണമെങ്കിലും അതിമനോഹരമായ ഒന്ന്. ഒരുപക്ഷെ മതത്തിന്റെയും വൈകല്യങ്ങളുടെയും വേലിക്കെട്ടുകളില്ലാത്ത മരണം എന്ന ലോകത്ത് ഹൃദയം തുറന്ന് സംസാരിച്ചുകൊണ്ട് അവരിന്നും പ്രണയിക്കുന്നുണ്ടാവാം.